മടക്കിക്കോളി. അസ്സലാമലൈക്കും. കൂട്ടുകാരെ, ലോകം കണ്ട കഥാകാരുടെ ലിസ്റ്റിൽ നിങ്ങൾ ഈ ആദ്യം കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഞാൻ വലിയ കഥാകാരൊന്നുമല്ല. പിന്നെ മുദ്രക്ഷരം ഇല്ലാത്ത പ്രോഗ്രാം ഒരു ചാൻസ് അല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു കഥ പറയാം. ഈ അവതരണം ബാഡായാലും ഇന്നത്തെ കഥ പാഠമാവും ഉറപ്പാണ്. ഞാൻ തുടങ്ങാട്ടോ. നിങ്ങളെ കണ്ണും കാതുമൊക്കെ ഇത്തിരി നേരം തിരിക്കി 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വലിയ മഹാന്റെ ജീവിതത്തിലെ കാരുണ്യ കഥയാണ് കേട്ടോ. ഇത് വെറുതെ തള്ളിവിടല്ല. ഈ ചരിത്ര സംഭവം നടന്നത് തന്നെയാണ്. ഔലിയാക്കളെ രാജാവായിട്ടാണ് മഹാന്മാരെ അറിയപ്പെട്ടത്. പോരാത്തതിന് അക്കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനും എല്ലാത്തിനും ആശിഖ് റസൂൽ എല്ലാമായിരുന്നു ആ മഹാൻ. കൂട്ടുകാരെ, ആശിഖ് റസൂൽ പറഞ്ഞത് എന്താണ് നിങ്ങൾക്കറിയാമോ? ആരംഭ മുത്തനബിയെ നന്നായി സ്നേഹിക്കുകയും പ്രവാചകന്മാരെ പ്രേമിക്കുകയും പറയുന്ന പേരാണത്. അല്ലാഹു തആല നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാവട്ടെ. ആമീൻ. നിങ്ങളാരും നീച്ചു പോവലിട്ടോ ബോറാക്കാതെ നിർത്താം. ഇനി ശ്രദ്ധിച്ചോളി. ഒരു ദിവസം ഈ മഹാൻ തന്റെ കുപ്പായം എടുത്ത് പള്ളിയിലേക്ക് പോകാൻ പോകുമ്പോൾ തന്റെ കുപ്പായത്തിന് ഒരു പൂച്ച സുഖമായിട്ട് ഉറങ്ങുന്നു. നമ്മളാണെങ്കിൽ 2 ചുട്ടം വടിയിട്ട് കൊടുക്കും അല്ലേ? എന്നാൽ ആ മഹാൻ ചെയ്തത് തന്റെ കുപ്പായത്തിന്റെ കൈ മുറിച്ചു. എന്നിട്ട് ആ പൂച്ചക്ക് കിടക്കാനുള്ള സൗകര്യത്തിന് വെട്ടി മുറിച്ചു കൊടുത്തു. കൂട്ടുകാരെ, എന്നിട്ട് ആ മഹാൻ പള്ളിയിൽ പോയി. കൂട്ടുകാരെ, എന്തൊരു കാരുണ്യം അല്ലേ? എന്നിട്ട് ഈ മഹാൻ തിരിച്ച് തന്റെ വീട്ടിലെത്തിയപ്പോൾ ആ പൂച്ച അതിന്റെ പാട്ടിന് പോയിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ ഈ മഹാൻ ആരാനാണ്? ഇത് ഞാൻ പറഞ്ഞു തരാം. ഈ മഹാന്റെ പേരാണ് സുൽത്താനുൽ ഹാരിസ് എന്നാണ്. നമ്മുടെ മുത്തനബിയും ഈ മഹാനൊക്കെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഇപ്പൊ നിർത്താം. നമ്മുടെ മുത്തനബിയുടെ അടുത്തേക്ക് സ്വഹാബികൾ കൂട്ടിലാക്കി അടക്കക്ക് കുരുവികളെയും അതിന്റെ അമ്മയും കൊണ്ടുവന്നു. അപ്പോൾ ആ അടക്കകളുടെ അമ്മ കൂയ് കൂയ് എന്ന് കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് പ്രാർത്ഥിച്ചത്? അപ്പോഴാണ് സ്വഹാബികൾക്ക് അവർ ചെയ്ത അബദ്ധം മനസ്സിലായത്. അപ്പോൾ തന്നെ ആ കൂട്ടിലാക്കിയ അടക്കക്കുരുവികളും അതിന്റെ അമ്മയെ തുറന്നു വിട്ടു. ഇതുപോലത്തെ പല ചരിത്രങ്ങളും ഇപ്പോഴും ഈ ലോകത്തിലുണ്ട്. ഇത് മുഴുവനാണ് നീങ്ങില്ല. അത് പ്രോഗ്രാമിൽ പറയുന്ന മൂട് കൊണ്ട് പോകുമെന്ന് മനസ്സിലാക്കിയാണ് സെമി കോളേജിൽ ഞാനും നിങ്ങളും കണ്ട കാലം കൊണ്ട് പട്ടിണി ഇറങ്ങയില്ലല്ലോ. എന്നാ ഞാൻ പോവാട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഞാൻ വേൾഡ് ഫേമസ് കലാകാരനാവുന്ന ഉറപ്പാണ്. അസ്സലാമു അലൈക്കും.